Hello dear students, welcome back to another video. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്കിൽ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള മോർഫോളജി ആൻഡ് മോർഫീം എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കാം എന്താണ് മോർഫോളജി. മോർഫോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് ഹൗ വേർഡ്സ് ആർ ഫോംഡ് ആൻഡ് ഹൗ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് മോർഫീംസ് കമ്പൈൻ ടു മേക്ക് വേർഡ്സ്. എന്താണ് മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റഡി ഓഫ് ഹൗ വേർഡ്സ് ആർ ഫോംഡ്, എങ്ങനെയാണ് വാക്കുകൾ നമ്മൾ ഫോം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള വാക്കിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൊണറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സിനെയാണ് ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. മോർഫോളജിയിൽ നമ്മൾ എങ്ങനെയാണ് വേർഡ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ്ങിനെ നമ്മൾ മോർഫീംസ് എന്ന് വിളിക്കും. ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ഇങ്ങനെ നമ്മൾ മോർഫീംസ് എന്ന് വിളിക്കും. ഇപ്പോൾ കാറ്റ് എന്നുള്ളത് ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ആണ്. പൂച്ച എന്നുള്ളൊരു മീനിങ് അതിലുണ്ട്. ടു കമ്പൈൻ ടു മേക്ക് വേർഡ്സ്. ദെൻ മോർഫീംസ്. ഇനി എന്താണ് മോർഫീം എന്ന് നോക്കാം. ദ സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ഇൻ എ ലാംഗ്വേജ് ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ വിത്തൗട്ട് ലോസിങ് മീനിങ്. അപ്പോൾ ഭാഷയിൽ ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ മോർഫീംസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ യൂണിറ്റ്, പക്ഷേ അതിലെന്തുണ്ടായിരിക്കണം, ഒരു മീനിങ് ഉണ്ടായിരിക്കണം. അതിനെയാണ് മോർഫീം എന്ന് വിളിക്കുന്നത്. ദെൻ ഫ്രീ മോർഫീം ഉണ്ട്, ബൗണ്ട് മോർഫീം ഉണ്ട്. ഫ്രീ മോർഫീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻ സ്റ്റാൻഡ് അലോൺ, അതിനൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അഥവാ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ബൗണ്ട് മോർഫീമിൻ്റെ സഹായമില്ലാതെ അതിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബുക്ക്, മാന്, റണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിന് സിംഗിളായിട്ടുള്ള മീനിങ് ഉണ്ട്. അതിനെയാണ് ഫ്രീ മോർഫീം എന്ന് വിളിക്കുന്നത്. ദെൻ ബൗണ്ട് മോർഫീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനോട്ട് സ്റ്റാൻഡ് അലോൺ, മസ്റ്റ് ജോയിൻ അനദർ, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ യെസ്, ഇ ഡി, അൺ എന്നുള്ളതൊക്കെ എന്താണ്, നമ്മൾ വേറെ ഒരു വേർഡ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ക്യാറ്റ്, ക്യാറ്റ്സ്, ബുക്ക്, ബുക്സ്, അതുപോലെ തന്നെ ഇപ്പോൾ വാക്ക്, നടന്നു, വാക്കഡ്. ഇങ്ങനെ നമ്മൾ മറ്റുള്ള വേർഡ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് മീനിങ് ഉണ്ടാവുള്ളൂ. അതിനെയാണ് ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത്, കനോട്ട് സ്റ്റാൻഡ് അലോൺ. ദെൻ മോർഫ്. ദ ആക്ച്വൽ സ്പോക്കൺ ഓർ റിട്ടൺ ഫോം ഓഫ് എ മോർഫീം ഇറ്റ് ഈസ് ദ റിയൽ ഷേപ്പ് ദാറ്റ് എക്സ്പ്രസസ് ദ മോർഫീം. അപ്പോൾ മോർഫീം എന്നുള്ളത് ദ ആക്ച്വൽ സ്പോക്കൺ ഓർ റിട്ടൺ ഫോം. ഇപ്പോൾ ക്യാറ്റ്സ് എന്ന് പറയുന്ന എന്താണ്, ഇതിൻ്റെ ആക്ച്വൽ ഫോമല്ല, കാറ്റാണ് അതിൻ്റെ ആക്ച്വൽ ഫോം എന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്താണ് അതിൻ്റെ മീനിങ് അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ട് മോർഫീമിന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ സ്പോക്കൺ ഓർ റിട്ടൺ ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോർഫീം എന്ന് വിളിക്കുന്നത്. അത് എങ്ങനെയാണോ പറയുന്നത് അതിൻ്റെ റിട്ടൺ എഴുതുന്ന ഫോമിനെയാണ് മോർഫ് എന്ന് വിളിക്കുന്നത് കേട്ടോ. മോർഫീം അല്ല, മോർഫീം എന്ന് മോർഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ ആലമോർഫ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൗണ്ട് ഫോം ഓഫ് ദി സെയിം മോർഫീം. ഇപ്പോൾ ഒരു സെയിം മോർഫീമിനെ നമ്മൾ ഡിഫറെൻ്റ് തലത്തിൽ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നതിനെയാണ് ആലമോർഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റ്സ്, ഡോഗ്സ്, ബസ്സസ്. അപ്പോൾ ഈ കാറ്റ്സും ഡോഗ്സും ബസ്സസും എന്നുള്ളത് ലാസ്റ്റൊക്കെ എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിലും അതിൻ്റെ സൗണ്ട്സിൽ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ കാറ്റ്സ്, ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഒരു സ് സൗണ്ടാണ് വരുന്നത്. ബസ്സസ് എന്ന് പറയുമ്പോൾ ഒരു ഇസ് സൗണ്ടാണ്. കാറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സ് സൗണ്ടാണ്. അതുപോലെ തന്നെ വാക്ക്ഡ്, പ്ലേഡ്, വാണ്ടഡ് എന്നൊക്കെ പറയുമ്പോൾ വാക്ക്ഡ് എന്ന് പറയുമ്പോൾ ഒരു ടി സൗണ്ടാണ്. പ്ലേഡ് എന്ന് പറയുമ്പോൾ ഒരു ഡേ സൗണ്ടാണ്. വാണ്ടഡ് എന്ന് പറയുമ്പോൾ ഒരു ഇത് സൗണ്ടാണ്. അതിനെയാണ് നമ്മൾ ആലമോർഫ് എന്ന് പോകുന്നത്. ഫണ്ടമെൻ്റൽ പ്രോസ് ഓഫ് വേർഡ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ മോർഫോളജി ആൻഡ് മോർഫീം എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വേർഡ് ഫോർമേഷൻ, ഫണ്ടമെൻ്റൽ പ്രോസ് ഓഫ് വേർഡ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ്. നോക്കാം. ഫണ്ടമെൻ്റൽ പ്രോസ് ഓഫ് വേർഡ് ഫോർമേഷൻ ഇൻ ഇംഗ്ലീഷ്. English is a very rich and growing language. Every day new words are made to talk about new things, ideas and feelings. The way new words are made is called word formation. It helps the language to grow and become more useful. There are many main or fundamental processes of word formation in English. They are derivation, compounding, conversion, clipping, blending, acronyms, back formation, borrowing and coinage. ഇതൊക്കെ എന്താണ്, ഇപ്പോൾ വേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് വേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നത്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് പുതിയ വേർഡ്സുകൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് വേർഡ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നതിനനുസരിച്ച് പുതിയ വേർഡ്സുകൾ
ഉണ്ടായിരിക്കും. ഇപ്പോൾ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വേർഡ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് പുതിയ വേർഡ്സ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ വേർഡ്സ് വരുന്നത് നോക്കാം. അതിലൊന്നാമതാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ പ്രോസസ്. ഇറ്റ് മീൻസ് ആഡിങ് പ്രിഫിക്സസ് ഓർ സഫിക്സസ് ടു എ ബേസ് വേർഡ് ടു മേക്ക് എ ന്യൂ വേർഡ്. ഇപ്പോൾ ഒരു ബേസ് വേർഡിൽ നമ്മൾ പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാപ്പി നമ്മൾ അൺഹാപ്പി ആയി, കൈൻഡ് അൺകൈൻഡ്, ദെൻ സഫിക്സ് എന്ന് പറയും. സഫിക്സ് നമ്മുടെ വേർഡിൻ്റെ അവസാനത്തിൽ ചേർക്കുന്നതിനാണ്. ഇപ്പോൾ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ, അങ്ങനെ നമുക്ക് പുതിയ വേർഡ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ കോമ്പൗണ്ടിങ്. ഇൻ ദിസ് പ്രോസസ് 2 or more വേർഡ്സ് ആർ ജോയിൻ ടുഗദർ ടു മേക്ക് എ ന്യൂ വേർഡ്. ഇപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ അധികമോ വേർഡ്സ് നമ്മൾ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് ബോർഡ്, ടൂത്ത് പേസ്റ്റ്, പോസ്റ്റ്മാൻ, ബുക്ക് ഷോപ്പ്, ഇതൊക്കെ 2 വേർഡ്സാണ്. അപ്പോൾ അതിനെ കൂട്ടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ വേർഡ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ കൺവേർഷൻ. ഹിയർ എ വേർഡ് ചേഞ്ചസ് ഇറ്റ്സ് പാർട്ട് ഓഫ് സ്പീച്ച് വിത്തൗട്ട് ആഡിങ് ഓർ റിമൂവിങ് എനിത്തിങ്. എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ്, അതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് മാത്രമാണ് മാറുന്നത്. അപ്പോൾ ആദ്യം വെർബായത് പിന്നീട് നൗൺ ആകുന്നു, അങ്ങനെ മാത്രമാണ് മാറുന്നത്. ടു റൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓടുക. റൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പേരാണ്, ഓട്ടത്തിൻ്റെ ഒരു പേര്. അതുപോലെ തന്നെ ടു ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇമെയിൽ അയക്കുക, അത് വെർബാണ്. ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ, അതാണ് നൗണാണ്. അപ്പം അങ്ങനെ കൺവേർഷൻ, അതായത് ആദ്യം വെർബായത് പിന്നീട് നൗണായി മാറുന്നുണ്ട്. അഥവാ ഗ്രാമറ്റിക്കൽ ചേഞ്ചസ് ആണ് ഇവിടെ കൺവേർഷനിൽ വരുന്നത്. ദെൻ ക്ലിപ്പിംഗ്. ക്ലിപ്പിംഗ് മീൻസ് കട്ടിങ് ഡൗൺ എ ലോങ് വേർഡ് ടു മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് ഈസിയർ. അപ്പോൾ നമ്മൾ ക്ലിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ വാക്കിനെ നമ്മൾ എന്താക്കുകയാണ്, ചെറുതാക്കുന്നതിനെയാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു വലിയ വാക്കിനെ നമ്മൾ ചെറുതാക്കുന്നതിനെയാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതിനെ നമുക്ക് ആഡ് ആക്കാം. ലബോറട്ടറി, ലാബ്, എക്സാമിനേഷൻ, എക്സാം, ടെലിഫോൺ എന്നുള്ളതിന് ഫോണ്. ഇങ്ങനെ വാക്കുകളെ ചെറുതായി നമ്മുടെ സൗകര്യത്തിന് യൂസ് ചെയ്യുന്നതിനാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിനിങ് എ പാർട്ട് ഓഫ് 2 വേർഡ്സ് ടു മേക്ക് ന്യൂ വൺ. പാർട്ട് ഓഫ് 2 വേർഡ്സ്, 2 വാക്കുകളുടെ 2 പാർട്സിനെ ജോയിൻ ചെയ്തിട്ട് പുതിയ വർക്ക്സ് ഉണ്ടാക്കുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ചേർന്നാൽ ബ്രഞ്ച്. ഓക്കെ. ദെൻ സ്മോക്കും ഫോഗും കൂടി ചേർന്നാൽ സ്മോഗ്. മോട്ടറും ഹോട്ടലും ചേർന്ന് കഴിഞ്ഞാൽ മോട്ടൽ. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. അപ്പോൾ ഇങ്ങനെ 2 വേർഡ്സിലെ പാർട്സുകൾ കൂട്ടിച്ചേർത്തിട്ട് വാക്കുകൾ ഉണ്ടാക്കുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. Then acronyms and initialism. These are made by using the first letters of words. Acronyms അല്ലേ, നമ്മൾ വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്രോണിംസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അക്രോണിംസ് ആർ റീഡ് ആസ് 1 വേർഡ്. ഇപ്പോൾ യുനെസ്കോ, നാസ, യൂണിസെഫ്, ഇതൊക്കെ എന്താണ്, വലിയൊരു വാക്കിനെ നമ്മൾ അതിൻ്റെ ആ വേർഡ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം, ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അക്രോണിംസ് ഉണ്ടാക്കുന്നത്. ഒരു വേർഡ്സ് തന്നെ അതിനോട് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഇനീഷ്യലിസം എന്തോ ആർ റീഡ് ലെറ്റർ ബൈ ലെറ്റർ. ഇപ്പോൾ BBC, USA, RBI അല്ലേ, ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, RBI എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലെറ്റർ ബൈ ലെറ്ററാണ് ഇവിടെ അത് വായിക്കുന്നത്. ഇതൊക്കെ എന്താണ്, അതിൻ്റെ ചുരുക്കപ്പേരുകളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ബാക്ക് ഫോർമേഷൻ. ഇൻ ദിസ് പ്രോസസ് എ ന്യൂ വേർഡ് ഇസ് മെയ്ഡ് ബൈ റിമൂവിങ് എ പാർട്ട് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് വേർഡ്. അതായത് ഒരു എക്സിസ്റ്റിംഗ് വേർഡിൻ്റെ, ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വേർഡിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് ഒഴിവാക്കിയിട്ട്, നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടാണ് പഠിച്ചതെങ്കിൽ ഇതിൽ ഒഴിവാക്കിയിട്ട് പുതിയ വേർഡ്സിൽ ഉണ്ടാക്കുന്നതിനെയാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എഡിറ്റർ എന്നുള്ളതിന് എഡിറ്റ്, ടീച്ചർ എന്നുള്ളതിന് ടീച്ചർ, ടെലിവിഷൻ എന്നുള്ളതിന് ടെലിവൈസ് എന്നൊക്കെ പറയുന്നതിനാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ ബോറോയിങ്. ദെൻ ഇംഗ്ലീഷ് ഹാസ് ബോറോഡ് മെനി വേർഡ്സ് ഫ്രം അതർ ലാംഗ്വേജസ്. എക്സാമ്പിൾ ഫ്രം ഫ്രഞ്ച്, ഫ്രം ഹിന്ദി, ഫ്രം ലാറ്റിൻ. ഒരുപാട് ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷ് പല ലാംഗ്വേജ് കിട്ടും വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ബോറോ ചെയ്യും. അങ്ങനെ നമ്മൾ വേർഡ് ഫോം ചെയ്യാറുണ്ട്. ദെൻ കോയിനേജ്. കോയിനേജ് മീൻസ് മേക്കിംഗ് എ കംപ്ലീറ്റ്ലി ന്യൂ വേർഡ്. സം ബ്രാൻഡ് നെയിംസ് ബിക്കം കോമൺ വേർഡ്സ്. എക്സാമ്പിൾ ഗൂഗിൾ, നൈലോൺ, ക്സിറോക്സ്, ആസ്പ്രൈൻ. എന്താണ്, പുതിയ വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഉണ്ടാക്കുന്നതിനാണ് കോയിനേജ്. കംപ്ലീറ്റ്ലി പുതിയ വേർഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് കോയിനേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൂഗിൾ ചെയ്യുക, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനെ ഗൂഗിൾ ചെയ്യുക എന്ന് പറയാറുണ്ട്. അതിനാണ് പുതിയ വേർഡ്സ് ഉണ്ടാക്കുന്നത്. കോയിനേജ് എന്ന് പറഞ്ഞാൽ ന്യൂ ടേംസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിനാണ് കോയിനേജ് എന്ന് പറയുന്നത്. അതാണ് വേർഡ് ഫോർമേഷൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വേർഡ് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. ക്ലിപ്പിംഗ്, ബ്ലെൻഡിങ്, ഇതൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഈ സംഗതികളൊക്കെ എന്ത് ചെയ്യുക, അതിൽ ആഡ് ചെയ്യുക. ഓക്കെ.